കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന് കർത്താവിലേക്ക് മഹത്വം. അധ്യായം 20:19 മുതലുള്ള തിരുവചന ഭാഗം. ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന് വൈകിട്ട് ശിഷ്യന്മാർ യഹൂദരെ ഭയന്ന് കതകടച്ചിരിക്കെ യേശു വന്ന് അവരുടെ മധ്യേ നിന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് അവൻ തൻ്റെ കൈകളും പാർശ്വവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. യേശു വീണ്ടും അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. ഇത് പറഞ്ഞിട്ട് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവരോട് അരുൾ ചെയ്തു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും. നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും. 12 പേരിൽ ഒരുവനും ദിദിമോസ് എന്ന് വിളിക്കപ്പെടുന്നവനുമായ തോമസ് യേശു വന്നപ്പോൾ അവരോടുകൂടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് മറ്റ് ശിഷ്യന്മാർ അവനോട് പറഞ്ഞു, ഞങ്ങൾ കർത്താവിനെ കണ്ടു. എന്നാൽ അവൻ പറഞ്ഞു, അവൻ്റെ കൈകളിൽ ആണികളുടെ പഴുതുകൾ ഞാൻ കാണുകയും അവയിൽ എൻ്റെ വിരൽ ഇടുകയും അവൻ്റെ പാർശ്വത്തിൽ എൻ്റെ കൈ വയ്ക്കുകയും ചെയ്തല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല. 8 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അവൻ്റെ ശിഷ്യന്മാർ വീട്ടിൽ ആയിരുന്നപ്പോൾ തോമസും അവരോട് കൂടി ഉണ്ടായിരുന്നു. വാതിലുകൾ അടച്ചിരുന്നു. യേശു വന്ന് അവരുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. അവൻ തോമസിനോട് പറഞ്ഞു, നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക, എൻ്റെ കൈകൾ കാണുക, നിന്റെ കൈ നീട്ടി എൻ്റെ പാർശ്വത്തിൽ വയ്ക്കുക. അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. തോമസ് പറഞ്ഞു, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. യേശു അവനോട് പറഞ്ഞു, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു. കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഈ ഗ്രന്ഥത്തിൽ എഴുതപ്പെടാത്ത മറ്റനേകം അടയാളങ്ങളും യേശു ശിഷ്യന്മാരുടെ സാന്നിധ്യത്തിൽ പ്രവർത്തിച്ചു. എന്നാൽ ഇവ തന്നെയും എഴുതപ്പെട്ടിരിക്കുന്നത് യേശു ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതിനും അങ്ങനെ വിശ്വസിക്കുക നിമിത്തം നിങ്ങൾക്ക് അവൻ്റെ നാമത്തിൽ ജീവൻ ഉണ്ടാകുന്നതിനും വേണ്ടിയാണ്. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് പുതുഞായർ, ഈസ്റ്റർ കഴിഞ്ഞ് വരുന്ന ആദ്യത്തെ ഞായറാഴ്ചയാണ്. അതുമായി ബന്ധപ്പെട്ട വചനഭാഗങ്ങളാണ് നമ്മൾ കേട്ടത്. അതുപോലെ തന്നെ ദൈവകരുണയുടെ തിരുനാളായിട്ട് നമ്മൾ ഇന്ന് ആഘോഷിക്കുകയും ചെയ്യുന്നു. വായനകൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചെങ്കിൽ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന ചില കാര്യങ്ങളാണ് വായനകൾ നമ്മുടെ മുമ്പിൽ കൊണ്ടുവരിക. അപ്പോൾ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് അനുദിനം ജീവിക്കാൻ സാധിച്ചാൽ നമ്മുടെയൊക്കെ ജീവിതം അനുഗ്രഹപൂർണമാകും എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാവുന്ന കാര്യങ്ങളാണ്. ആദ്യത്തെ 2 വായനകൾ സൂചിപ്പിക്കുന്നത് നമ്മുടെ ഭാഗത്തു നിന്നും നാം ചെയ്യേണ്ട കാര്യങ്ങൾ. സുവിശേഷ ഭാഗം സൂചിപ്പിക്കുന്നത് ഇക്കാര്യങ്ങൾ, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ ദൈവം നമുക്കായി ചെയ്യുന്ന കാര്യങ്ങൾ. ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണെന്ന് വായന ശ്രദ്ധിച്ചവർക്ക് ഇതിനോടകം മനസ്സിലായിട്ടുണ്ട്. ഇന്നത്തെ ആദ്യ വായന അപ്പസ്തോല പ്രവർത്തനം 4-ാം അധ്യായത്തിൻ്റെ 32 മുതൽ 35 വരെ. അവിടെ നമ്മൾ കാണുന്നു, ആദിമ ക്രൈസ്തവ സമൂഹത്തിൻ്റെ മുഖമുദ്രയായി മാറിയ 4 കാര്യങ്ങൾ. ശരിക്കും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ ഒരു കാര്യം നമ്മുടെ മുഖമുദ്രയായി മാറാൻ നമ്മൾ അധ്വാനിക്കണം. അതിനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പോഴാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കുക. 4 കാര്യങ്ങൾ ഇന്നത്തെ ആദ്യ വായനയുടെ വെളിച്ചത്തിൽ കാണാൻ സാധിക്കും. 1, സ്നേഹം അവരുടെ മുഖമുദ്രയായി. 2-ാമത്തെ കാര്യം, ഐക്യം അവരുടെ മുഖമുദ്രയാക്കി അവർ മാറ്റി. അതുകൊണ്ടാണ് അവരുടെ ഇടയിൽ സ്വന്തമായിട്ടൊന്നും വെക്കാതെ അവർ കോമൺ ഫണ്ടായിരുന്നു. ഐക്യം അവരുടെ ഇടയിൽ അവർ പ്രാർത്ഥിച്ചത് ഏക മനസ്സോടെയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സമൂഹത്തിൽ വന്നാൽ നമുക്കറിയാം എത്രമാത്രം മാറ്റം വരാവുന്നതേ ഉള്ളൂ എന്ന്. 3-ാമത്തെ കാര്യമാണ് ദൈവാശ്രയത്വം.
സ്വന്തം സമ്പത്തിൽ ആശ്രയിക്കുന്നതിനേക്കാൾ അതെല്ലാം വിട്ടിട്ട് അവർ ദൈവത്തിൽ ആശ്രയിച്ചു. പ്രാർത്ഥനയിൽ ദൈവത്തോടൊട്ടി നിന്നു. അവരുടെ കാര്യങ്ങളെല്ലാം ദൈവം നടത്തി കൊടുക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. 4-ാമത്തെ കാര്യമാണ് സാക്ഷ്യ ജീവിതം. ആദ്യത്തെ ഈ 3 കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം സാക്ഷ്യമായിട്ട് മാറും. നമുക്ക് സാക്ഷ്യം നൽകുന്നതിനേക്കാൾ എതിർ സാക്ഷ്യം പോലും നൽകിക്കൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം ഈ ആദ്യം പറഞ്ഞ 3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്. നമ്മൾ സ്നേഹം ജീവിക്കണം, ഐക്യം നിലനിർത്തണം, അതുപോലെ തന്നെ ദൈവാശ്രയത്വം നമുക്കുണ്ടാകണം. അങ്ങനെയുള്ളവരുടെ ജീവിതം ഒരു സാക്ഷ്യമായിട്ട് മാറുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇന്നത്തെ 2ാം വായനയും നമ്മുടെ ഭാഗത്ത് നിന്നും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ആദിമ ക്രൈസ്തവ സമൂഹത്തിലേക്ക് നോക്കി നമുക്ക് പഠിക്കാൻ പറ്റുന്ന 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്നാമത്തേത് ദൈവത്തിൽ വിശ്വാസമർപ്പിക്കുക. ആദിമ ക്രൈസ്തവ സമൂഹം ചെയ്ത വലിയൊരു കാര്യമാണ്. ഒരു ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ചു. അവർ വചനം വായിക്കുകയോ കേൾക്കുകയോ മാത്രമല്ല ചെയ്തത്, അത് വിശ്വസിച്ചു. അതിൻ്റെയൊക്കെ ഫലമാണ് അവരുടെ ജീവിതത്തിൽ പ്രകടമായത്. 2ാമത്തെ കാര്യം, അവർ ലോകത്തെ ജയിച്ചു. നമുക്കറിയാം, ലോകത്തെ ജയിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് ഏതൊരു ക്രിസ്ത്യാനിയും. ലോകത്തെ സ്നേഹിക്കരുത്, ലോകത്തിൻ്റെ വസ്തുക്കൾ സ്നേഹിക്കരുത് എന്നുള്ളത് ദൈവവചനം നമുക്ക് നൽകുന്ന വലിയൊരു സന്ദേശമാണ്. 1 യോഹന്നാൻ 2-ാം അധ്യായം 15-16 വചനങ്ങളുടെ കാതലായ സന്ദേശം അതാണ്. ഇതിന് നാം പടപൊരുതണം, ആത്മീയ സമരത്തിൽ ഏർപ്പെടണം, അധ്വാനിക്കണം, ത്യാഗമെടുക്കാൻ തയ്യാറാകണം. ഇതിനൊന്നിനും മനസ്സില്ലാത്തത് കൊണ്ടാണ് ലോകത്തെ ജയിക്കാൻ പറ്റാതെ നമ്മൾ ലോകത്തോട് മമത കാണിച്ച് ദൈവത്തിൻ്റെ ശത്രുക്കളായി ജീവിക്കേണ്ടി വരുന്നത്. ഇനി അതല്ല ഒരു ക്രിസ്ത്യാനിയിൽ നിന്നും ദൈവം പ്രതീക്ഷിക്കുന്നത് എന്ന കാര്യം നാം തിരിച്ചറിയണം. വീണ്ടും നമ്മൾ കാണുകയാണ് 3-ാമത്തെ കാര്യം, അവർ ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിച്ച് ജീവിച്ചു. ഈ കൽപ്പനകൾ ഭാരപ്പെടുത്തുന്നതല്ല, ആനന്ദം പകരുന്നതാണ് എന്ന് യോഹന്നാൻ ശ്ലീഹ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. കൽപ്പനകൾ പാലിക്കുന്നത് ഭാരപ്പെടുത്തുന്നത് പോലെ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ സൂചന നാം ദൈവത്തെ സ്നേഹിക്കുന്നവരല്ല. ദൈവത്തെ വേണമെങ്കിൽ ഉപയോഗിക്കാൻ വേണ്ടി നമ്മുടെ ആവശ്യങ്ങൾ വരുന്ന അനുസരിച്ച് നമ്മൾ കുറേ പ്രാർത്ഥിക്കും, കുറച്ച് പള്ളി പോക്കൊക്കെ നടത്തും, നൊവേനയിലൊക്കെ പങ്കെടുക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നടത്തിയെന്ന് വരും. അത് ദൈവത്തെ സ്നേഹിക്കുന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കണമെന്നില്ല. ശരിക്കും നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നവരായി മാറണം എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. ഈ കാര്യങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്നും ശരിയാകുന്നുണ്ടെങ്കിൽ, ക്ലിയർ ആകുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്തു തരുന്ന കാര്യങ്ങളാണ്. അത് ഇന്നത്തെ തിരുനാളിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് സുവിശേഷ ഭാഗത്ത് നമ്മൾ കണ്ടത്. തോമാസ് ലീഗ ശുദ്ധ മനസ്സുള്ളവനായി, ശുദ്ധ മനസ്സ്. അതുകൊണ്ടാണ് തോമാസ് ലീഗയ്ക്ക് ഇച്ചിരി സംശയങ്ങൾ തോന്നി, ഇച്ചിരി വാശിയൊക്കെ കാണിച്ചു. പക്ഷെ അവൻ്റെ ഹൃദയം ശുദ്ധമായിരുന്നു. പരിശുദ്ധ കന്യകാമറിയം ചോദിച്ചു, ഇതെങ്ങനെ സംഭവിക്കും? അതിൻ്റെ പേരിൽ അവർക്ക് ഒരു പ്രശ്നവും നേരിടേണ്ടി വന്നില്ല. കാരണം അമ്മയുടെ ഹൃദയം ശുദ്ധമായിരുന്നു. അത് ദൈവത്തിന് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് 8 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ഈ തോമസ് ഉള്ള സമയം നോക്കി ഉത്ഥാനം ചെയ്ത കർത്താവ് വീണ്ടും വരുന്നത് കാണാൻ പറ്റും. എന്നിട്ട് അവനെ പ്രത്യേകം ക്ഷണിച്ചിട്ട് യേശു തന്നെ വെളിപ്പെടുത്തി കൊടുക്കുന്ന രംഗമാണ് ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് നമ്മൾ വായിച്ചു കേട്ടത്. പ്രിയപ്പെട്ടവരെ, ഈ ഉത്ഥിതനിൽ വിശ്വാസം അർപ്പിച്ച് അവരോടൊപ്പം ഉത്ഥാനം ചെയ്ത് ജീവിക്കുന്നവരാണ് നമ്മളെങ്കിൽ നമുക്ക് വേണ്ടി കർത്താവ് ചെയ്യുന്ന ഒരു 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഒന്നാമത്തെ കാര്യം, ദൈവം നമുക്ക് സന്തോഷം പകരും. ഒത്തിരി പേര് അവർക്ക് ഇല്ലാത്ത ഒരു സമ്പത്തായിട്ട് നമ്മൾ കാണണം സന്തോഷം. തിന്നാനും കുടിക്കാനും ഉണ്ടോ? ഇഷ്ടം പോലെ. സുഖമായിട്ട് ജീവിക്കാനുണ്ടോ? സൗകര്യമുണ്ടോ? അതൊക്കെ ഇഷ്ടം പോലെയുണ്ട്. ഇതെല്ലാം ഉണ്ടായിട്ട് സന്തോഷമില്ലാതെ ജീവിക്കുന്നവർ, ഉത്ഥാനം ചെയ്ത കർത്താവിനെ കണ്ട് അവർ സന്തോഷത്താൽ നിറഞ്ഞു എന്നുള്ളത് സുവിശേഷങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. 2ാമത്തെ കാര്യമാണ്, അവൻ അവർക്ക് ആത്മാവിനെ നൽകി. നമുക്കിന്ന് ഈ ശരീരത്തിൻ്റെ കാര്യങ്ങൾ നോക്കി പോകാനായിട്ട് എല്ലാവർക്കും താല്പര്യമുണ്ട്. വിശുദ്ധ ഫൗസ്റ്റീനായിക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുത്ത ഒരു കാര്യമാണ്, ഈ ദൈവകൃപ പ്രാപിക്കാനായിട്ട് പലർക്കും സമയമില്ല. ബാക്കി എല്ലാത്തിനും അവർക്ക് സമയമുണ്ട്. ആത്മാവിൻ്റെ കാര്യം ശ്രദ്ധിക്കാൻ അവർക്ക് സമയമില്ല. ശരീരത്തിൻ്റെ കാര്യത്തിന് വേണ്ടി മണിക്കൂറുകൾ അവർ മാറ്റിവെക്കും. എൻ്റെ പ്രിയപ്പെട്ടവർ, നമ്മൾ ആത്മാവിൻ്റെ കാര്യത്തിൽ ശ്രദ്ധാലുക്കളായിരിക്കണം എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. ഇവിടെ നമ്മൾ കാണുകയാണ്,
ഉത്ഥാനം ചെയ്ത കർത്താവ് പറഞ്ഞൊരു കാര്യമാണ്, വരിക, ആത്മാവിനെ പ്രാപിക്കുക, റിസീവ് ദ ഹോളി സ്പിരിറ്റ്. അതാണ് ഉത്ഥിതനായ കർത്താവ് പറഞ്ഞ ഒരു കാര്യം. നമുക്ക് ശരീരമുണ്ട്, ആത്മാവുമുണ്ട്. വചനം പറയുന്നത് ശരീരം ഒന്നിനും ഉപകരിക്കുന്നതല്ല, ആത്മാവാണ് നമുക്ക് ജീവൻ നൽകുന്നത്. ആത്മാവാണ് നമുക്ക് ജീവൻ നൽകുന്നത്. അതുകൊണ്ട് ആത്മാവിൻ്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധാലുക്കളായിരിക്കണം. ഒരുപക്ഷെ ഒരു ദിവസം 4-5 പ്രാവശ്യമൊക്കെ ശരീരത്തിന് ഭക്ഷണം കൊടുക്കുന്നവരായിരിക്കാം നമ്മൾ. പക്ഷെ ഒരു പ്രാവശ്യം പോലും ബൈബിൾ വായിച്ച് ദൈവവചനം ഏറ്റെടുത്ത് വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് കർത്താവിൻ്റെ ശരീരരക്തങ്ങൾ ഏറ്റെടുത്ത് നമ്മുടെ ആത്മാവിന് ഭക്ഷണം കൊടുക്കാനുള്ള താല്പര്യം നമ്മൾ കാണിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതം ജഡത്തിലുള്ള ജീവിതമോ ആത്മാവിലുള്ള ജീവിതമോ നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. നാളെ മുതൽ ഞാനൊരു പങ്ക്തി, അത് ആത്മീയ ഭോജ്യം എന്ന തലക്കെട്ടിൽ അതിൻ്റെ ഉദ്ദേശം ഇതാണ്. അതിരാവിലെ തന്നെ എഴുന്നേക്കാൻ പറ്റുന്നവർക്ക് അതിരാവിലെ തന്നെ ഒരു 5 മിനിറ്റ് ദൈവവചനം കിട്ടി ആത്മാവിന് ഭക്ഷണം കൊടുത്തിട്ടാണ് നമ്മൾ കാപ്പി കുടിക്കാൻ പോലും പോകേണ്ടത്. കാരണം നമ്മുടെ ശരീരത്തെക്കാൾ നമുക്ക് പ്രധാനപ്പെട്ടതാണ് ആത്മാവ് എന്നുള്ള ആ ഒരു കാര്യം നമ്മൾ തിരിച്ചറിയണം. വീണ്ടും നമ്മൾ കാണുകയാണ്, മൂന്നാമതൊരു കാര്യം കൂടി ഉത്ഥാനം ചെയ്ത കർത്താവ് ആശംസിക്കുകയുണ്ടായി, സമാധാനം. ഇത് നമ്മൾ ഈ ഭൂമിയിൽ വലിയ വീട് വെച്ചാലും ഈ ഭൂമിയിൽ എല്ലാവിധ ജീവിത സൗകര്യങ്ങൾ ഉണ്ടാക്കിയാലും കോടികളുടെ ആസ്തി സമ്പാദിച്ചാലും അതൊന്നും തരുന്നതല്ല. ഈ സമാധാനം വേണമെങ്കിൽ ദൈവവുമായിട്ട് നമുക്കൊരു ബന്ധം ഉണ്ടാകണം. ദൈവം തരുന്നതാണ് ഈ സമാധാനം. യോഹന്നാൻ 14:27 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, ഈ സമാധാനം ലോകത്തിന് തരാൻ പറ്റില്ല. ഇന്ന് ഈ അറിവില്ലാത്തത് കൊണ്ട് പലരും അന്വേഷിക്കുന്നത് സമാധാനം, പക്ഷെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ലോകത്തിലാണ്. അത് നടന്നാൽ ഇത് നടന്നാൽ സമാധാനമാകും എന്ന് വിചാരിച്ച് നടക്കുന്നവർ, വചനം നമ്മെ പഠിപ്പിക്കുകയാണ്, ഈ സമാധാനം ലോകത്തിന് നൽകാൻ സാധ്യമല്ല. അവിടെ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സമാധാനം തേടി ദൈവത്തെങ്കിലേക്ക് നമ്മൾ തിരിയണം. നാലാമത്തെ കാര്യം ഇതാണ്, ഉത്ഥാനം ചെയ്ത കർത്താവ് നൽകിയ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പഠനം. നമ്മൾ കാണുന്നുണ്ട്, തോമാശ്ലീഹായുടെ കർത്താവ് സൂചിപ്പിച്ച ഒരു കാര്യം, വിശ്വസിച്ചത് കൊണ്ട് അല്ല, നീ അടയാളം കണ്ടതുകൊണ്ട് വിശ്വസിച്ചു. ഞാൻ നിനക്ക് വീണ്ടും പ്രത്യക്ഷപ്പെട്ട് ഇതെല്ലാം കാണിച്ചു തന്നതുകൊണ്ട് നീ വിശ്വസിക്കുന്നു. എന്നാൽ ഒരു കാര്യം പഠിച്ചോ, തോമാശ്ലീഹ മാത്രമല്ല, ദൈവമക്കൾ എല്ലാവരും പഠിച്ചോ, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. നമ്മൾ കാണുന്നുണ്ട് 2 കൊറിന്തോസ് 5:7 വായിച്ചാൽ പൗലോസ്ലീഹ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് കാഴ്ചയാലല്ല വിശ്വാസത്താലാണ്. ഇതാണ് ഓരോ ക്രിസ്ത്യാനിയും വിളിക്കപ്പെട്ടിരിക്കുന്നത്. കാഴ്ചയാൽ, അടയാളങ്ങൾ കണ്ട് വിശ്വസിക്കുന്നതിനേക്കാൾ നമ്മൾ ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ച് ജീവിക്കണം. അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന അടയാളങ്ങൾ കണ്ട് നമുക്ക് സംതൃപ്തരാകാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഇവിടെ ഒരു അല്പസമയം നമ്മൾ ദൈവകരുണയെക്കുറിച്ച് കൂടി ധ്യാനിക്കുകയാണ്. കഴിഞ്ഞ വിഭൂതി ബുധനാഴ്ച തുടങ്ങി ഇന്നലെ വരെ 54 എപ്പിസോഡുകളിലായിട്ട് ദൈവകരുണയെക്കുറിച്ച് നമ്മൾ ധ്യാനിച്ചതാണ്. ഇനി അതിന് പ്രിപ്പയർ ചെയ്തപ്പോൾ ഞാൻ ഓർക്കുമായിരുന്നു, എന്തുമാത്രം കാര്യങ്ങളാണ് ഈ കരുണയെക്കുറിച്ച് വചനത്തിൽ നമുക്കുള്ളത്, ഈ കരുണയെക്കുറിച്ച് സഭ നമ്മെ പഠിപ്പിക്കുന്നത്, ഈ കരുണയെക്കുറിച്ച് വിശുദ്ധര് ഏറ്റുപറഞ്ഞിരിക്കുന്നത്. വിശുദ്ധ ഫൗസ്റ്റീനായുടെ ഡയറി വായിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ, അതിൽ നിന്നും ഏതാനും കാര്യങ്ങൾ മാത്രം നമ്മൾ ചിന്തിക്കുകയാണ് ഈ കരുണയുടെ തിരുനാൾ ദിവസം. ഒന്നാമത്തെ കാര്യം, ദൈവം നീതിമാനാണെന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അവിടെ കൊണ്ട് നിർത്തരുത്. ദൈവം കാരുണ്യവാനുമാണ്. തോബിത്തിൻ്റെ പുസ്തകം 3-ാം അധ്യായവും 13-ാം അധ്യായം ഒക്കെ വായിക്കുമ്പോൾ നീതിമാനായതുകൊണ്ട് നമ്മുടെ തിന്മയ്ക്ക് ശിക്ഷ ലഭിക്കുന്നു, പക്ഷേ അനുദപിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ കരുണയുണ്ട്. പറയുണ്ട്, ആ കാരുണ്യത്തിൽ നമുക്ക് വിശ്വാസം അർപ്പിക്കാൻ പറ്റും. വിശുദ്ധ ഫൗസ്റ്റീനായ്ക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുത്ത ഒരു കാര്യമാണ്, ഏറ്റവും നീചപാപിക്ക് പോലും ഈ കരുണയ്ക്ക് അർഹതയുണ്ട്. ഈ കാര്യം നീ പഠിപ്പിക്കണം. ഇത് മനസ്സിലാക്കി ദൈവജനം കർത്താവിലേക്ക്, കർത്താവിൻ്റെ ഹൃദയത്തിലേക്ക് ഈ കരുണയ്ക്കായി തിരിയണം എന്നുള്ളത് ഈ വിശുദ്ധയിലൂടെ കർത്താവ് ഈശോ മിശിഹ പഠിപ്പിച്ചൊരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, ദൈവകരുണയുടെ വ്യാപ്തിയെക്കുറിച്ച് വചനം കൃത്യമായിട്ട് പഠിപ്പിക്കുന്നു. നമ്മൾ കാണുന്നുണ്ട്, ജ്ഞാനത്തിൻ്റെ പുസ്തകം 12:13 വായിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്നത്, ദൈവത്തെ പോലെ കരുണ കാണിക്കുന്ന മറ്റാരുമില്ല.
ഇങ്ങനെ ഒരു വ്യക്തിയെ നമുക്ക് കണ്ടെത്താൻ പറ്റില്ല ഈ ഭൂമിയിൽ. ദൈവത്തെ പോലെ കരുണ കാണിക്കുന്ന വ്യക്തി. സങ്കീർത്തനം 103 നമ്മൾ കാണുന്നത് ആകാശം പോലെ ഉയർന്നു നിൽക്കുന്നതാണ് ദൈവകരുണ. സങ്കീർത്തനം 33:5 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, ഭൂമി മുഴുവൻ വ്യാപിച്ചു കിടക്കുന്നതാണ് ദൈവത്തിൻ്റെ കരുണ. മൂന്നാമതായിട്ട് ഈ കരുണ പ്രാപിക്കാൻ നമുക്ക് ആവശ്യമായിട്ടുള്ള ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ശരണമാകുന്ന കുടം. നമുക്കറിയാലോ, ആ പടത്തെ തന്നെ, കരുണയുടെ പടത്തെ തന്നെ എഴുതിയിരിക്കുന്ന ഒരു കാര്യമാണ്, ദൈവമേ ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. ശരണമാകുന്ന കുടം കൊണ്ടാണ്, ദൈവാശ്രയത്വം കൊണ്ടാണ് നമുക്ക് ഈ കരുണ കോരിയെടുക്കാൻ സാധിക്കുന്നത്. നല്ലൊരു കുമ്പസാരം ദൈവകരുണയുടെ തൂമ്പ് തുറക്കും എന്നുള്ളത് വിശുദ്ധ ഫൗസ്റ്റീനായുടെ ഡയറി 225 പാരഗ്രാഫ് വായിച്ചാൽ മതി. നല്ലൊരു കുമ്പസാരം. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ ഈ കരുണ കോരിയെടുക്കാനും ആ കരുണയിൽ ജീവിക്കാനും നമുക്ക് സാധിക്കണം. നാലാമതൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ദൈവത്തെ വാഴ്ത്തിപ്പുകഴ്ത്തുന്നവർക്ക് ദൈവകരുണയുടെ അഭിഷേകമുണ്ടാവും. മോശ ദൈവത്തെ വാഴ്ത്തിപ്പുകഴ്ത്തുന്ന രംഗം പുറപ്പാട് 32 കാണാൻ പറ്റും. മോശയുടെ കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത് 2 മക്കബായർ 7-ാം അധ്യായത്തിൽ ഒരു വിധവയും 7 മക്കളും ഇക്കാര്യം പറഞ്ഞ് സഹനത്തിൻ്റെ നടുവിൽ ദൈവത്തെ വാഴ്ത്തിപ്പുകഴ്ത്തുന്ന അവരെ കാണാൻ പറ്റും. അവസാനത്തെ കാര്യം, 5-ാമത്തെ കാര്യം, ഈ കരുണ പ്രാപിക്കുന്നതോടൊപ്പം അത് പ്രചരിപ്പിക്കാൻ നമുക്ക് പറ്റണം. കരുണ പ്രചരിപ്പിക്കുന്നവരായിട്ട് നമ്മൾ ഓരോരുത്തരും മാറണം. വിശുദ്ധ ഫൗസ്റ്റീനായുടെ ഡയറി വായിച്ചാൽ 50-ാമത്തെ പാരഗ്രാഫിൽ പറയപ്പെട്ടിരിക്കുന്നൊരു കാര്യമുണ്ട്, പാപികളോടുള്ള എൻ്റെ അത്യഗാധമായ കരുണയെക്കുറിച്ച് വൈദികർ പ്രഘോഷിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. വൈദികർ മാത്രമല്ല, ഇനി ഇങ്ങനെയൊരു സന്ദേശം വന്നതുകൊണ്ടാണ് ഇങ്ങനെയൊരു തിരുനാളായിട്ട് ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പ ഇത് സ്ഥാപിച്ചത്. അദ്ദേഹം എഴുതിയ എൻസിക്ലിക്കൽ ചാക്രിയ ലേഖനം ദിവസ് ഇൻ മിസരിക്കോദിയ, ദൈവം കരുണയാൽ സമ്പന്നം. പ്രിയപ്പെട്ടവരെ, ഈ ഒരു കാര്യം പ്രചരിപ്പിക്കപ്പെടണം എന്നുള്ളത് ഈ വിശുദ്ധൻ ആഗ്രഹിച്ച ഒരു കാര്യമാണ്. ഡയറിയിൽ 1699 വായിച്ചാൽ, എൻ്റെ കരുണയുടെ ഉറവിടത്തിൽ അണയാതെ മാനവകുലത്തിന് സമാധാനം ലഭിക്കില്ല. ദൈവകരുണയുടെ ഉറവിടം ദൈവമാണ്. ഈ കരുണയുടെ ഉറവിടത്തിൽ അണയാതെ ആർക്കും സമാധാനത്തിൽ ജീവിക്കാൻ പറ്റില്ലെന്ന് അതാണ് ഈ വിശുദ്ധിയിലൂടെ വെളിപ്പെടുത്തിയത്. അവസാനമായിട്ട് ഒരു പാരഗ്രാഫ് കൂടി നമുക്കെടുക്കാം. ഡയറിയിൽ 367-ാമത്തെ പാരഗ്രാഫ്. അവിടെ പറഞ്ഞിരിക്കുന്നത്, ആത്മാക്കളോടുള്ള, പ്രത്യേകിച്ച് നീചപാപികളോടുള്ള അളവറ്റ കരുണയാൽ എൻ്റെ ഹൃദയം കവിഞ്ഞൊഴുകുന്നു. ഞാൻ അവരുടെ ഏറ്റവും നല്ല പിതാവാണെന്നും നിറഞ്ഞൊഴുകുന്ന കരുണയുടെ സ്രോതസ്സിൽ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടത് അവർക്ക് വേണ്ടിയാണെന്നും അവർ അറിഞ്ഞിരുന്നെങ്കിൽ. ദൈവം ആഗ്രഹിക്കുന്നൊരു കാര്യം, ഈ യാഥാർത്ഥ്യം ദൈവമക്കളൊന്ന് അറിഞ്ഞിരുന്നെങ്കിൽ. ഈ കൃപ സ്വീകരിക്കാൻ അവർക്ക് സമയമില്ല, മറ്റു കാര്യങ്ങൾക്കെല്ലാം സമയമുണ്ട് താനും. അതുകൊണ്ട് ദൈവം പറയാണ്, വിശുദ്ധ ഫൗസ്റ്റീനായിട്ട് പറഞ്ഞൊരു കാര്യം, അവർക്ക് സമയമില്ല, അവർ കരുണയെ സ്വീകരിക്കാനായിട്ട് എൻ്റെ പക്കലേക്ക് അവർ തിരിയുന്നില്ല. അതുകൊണ്ട് നീ വന്ന് ഈ കൃപ സ്വീകരിച്ച്, ഈ കരുണ സ്വീകരിച്ച് എൻ്റെ ഹൃദയത്തിന് ആശ്വാസം പകരുക. പ്രിയപ്പെട്ടവരെ, ദൈവകരുണയിൽ വിശ്വസിക്കാതെ ആശ്രയിക്കാതിരുന്നാൽ ദൈവത്തിന് എത്രമാത്രം വേദന ഉണ്ടാകും എന്നുള്ളത് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്.